നമ്മുടെ തൃപ്പൂണിത്തുറയൊക്കെ അടുത്ത് തന്നെ. പഴന്തോട്ടം പള്ളിക്കര അടുത്ത്. ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ജോലി റിസൈൻ ചെയ്ത് ഞാനിപ്പോ ഈ ബയോട്ടോറിയം എന്ന കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകും. എനിക്കിതിൽ നല്ലൊരു നല്ലൊരു വെൽത്തും എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഈ ബയോട്ടോറിയം എന്റെ മുന്നിൽ എത്തിച്ച എന്റെ ലീഡേഴ്സിനോടും പിന്നെ നമ്മുടെ MD സാഗർ ജംഷി സാറിനോട് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതില്. ഞാൻ ഒരുപാട് പേർക്ക് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 450 പേരോളം എന്റെ ടീമിലുണ്ട്. അതില് കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ കൂടെ. അവരൊക്കെ നല്ല റിസൾട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് വന്നേക്കണേ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മുടെ കയ്യിൽ സഹായിക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് അവർക്ക് നല്ല ഹെൽത്ത് എടുത്തു കൊടുക്കുമ്പോൾ അതിലൊരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇതുമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരുപാട് പേർക്ക് നല്ല ഹെൽത്തും പിന്നെ അതിലൂടെ നല്ല വെൽത്തും എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൺസെപ്റ്റ് എൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോ ഞാൻ ആദ്യം ഇതൊന്ന് ആലോചിച്ചു. ഇത് എന്താവും, ചുമ്മാ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് അത്രയും ബെഡും യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ അസുഖം മാറും. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതുമായിട്ട് എന്റെ ലീഡറായ ബാബു സാറും പിന്നെ ജയ്മോൻ സാർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതിനൊന്ന് റിജക്ട് ചെയ്തു. എനിക്ക് ഫുൾ പൈസയൊക്കെ കൊടുത്ത് പ്രോഡക്റ്റ് മേടിച്ചു ഉപയോഗിച്ചു. നല്ല റിസൾട്ട് കിട്ടി. എനിക്ക് എന്റെ മരുന്നുകളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് 39 വയസ്സുള്ള ഞാൻ എന്തിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം എനിക്ക് അലർജി ഉണ്ടായിരുന്നു, നല്ലപോലെ അലർജി ഉണ്ടായിരുന്നു. ഒരു നോൺ വെജ് എനിക്കൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. അല്ലാതെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് യൂട്രസില് സിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഷുഗർ ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ അന്ന് ഞാനിത് റിജക്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അവരോട് ഞാൻ വിളിച്ച് പിന്നെ നെറ്റ്വർക്കിനോട് എനിക്കൊരു ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. കാരണം നമ്മൾ ഈ മണി ചെയിനും അത് ഇതൊക്കെ ഒരുപാട് കേട്ട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നെറ്റ്വർക്കിനോടൊന്നും താല്പര്യമില്ല. ഞാൻ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഈ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ലാത്ത ഒരാളാണ്. ഫസ്റ്റ് നെറ്റ്വർക്കാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കണം, അന്ന് എത്ര 24 കൊല്ലത്തോളം ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ട് അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരൊറ്റ ഇത് എനിക്ക് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കൺസെപ്റ്റിന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതില് ഒരുപാട് നന്ദി. എന്റെ ലീഡേഴ്സിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം അപ്രോച്ച് ചെയ്ത കുറെ ആളുകള്, ഫസ്റ്റ് ടൈം എനിക്ക് പരിചയമുള്ള കുറെ ആളുകളിലേക്ക് ഞാനിത് പറയാൻ ചെന്നപ്പോ അവരൊക്കെ ഇത് റിജക്ട് ചെയ്തു. നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു എന്നോട് ഇത് ഒരുപാട് റിജക്ട് ചെയ്തു. എന്റെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ, എന്റെ ബ്രദർ തന്നെ പറഞ്ഞു, നല്ല ജോലി കളഞ്ഞിട്ട് നീ ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഇതിലേക്ക് നമ്മൾ ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവണേ. അത് ഇപ്പൊ അമ്മയൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ സമയത്തും നല്ല ജോലി കളഞ്ഞ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു നമുക്ക് സാലറിനേക്കാൾ കൂടുതൽ ആ ടീച്ചർ ജോലി എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അതിന്റെ ഒരു ആളുകളിലേക്ക് ടീച്ചർ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോ അവർക്കുള്ള ഒരു ബഹുമാനവും കാര്യങ്ങളും അത് മാത്രമാണ് അവരുടെയൊക്കെ ഒരു മനസ്സിലുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല, നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണം. അതെനിക്ക് അതിൽ കൂടുതൽ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് പോണില്ല, ഇനി ഇതിലേക്കാണ് പോകുന്നത്. കാരണം നമുക്കിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അതൊരു ടീച്ചിങ് ആണല്ലോ. ഇപ്പൊ ഒരു MC, നാളെ ചിലപ്പോൾ ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ എടുക്കാൻ പോണത്. അപ്പൊ അതും ടീച്ചിങ്, ഇതും ടീച്ചിങ്. അത് അവിടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഇവിടെ നമ്മൾ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ പിന്നെ ഇപ്പൊ അമ്മ ഒന്നും പറയാറില്ല. എനിക്കിപ്പോ ഒരുപാട് നല്ല വരുമാനമൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ അവരാ വർക്ക് സംസാരമൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരുപാട് പേര് ഇതുമായിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്നും ഞാൻ നല്ലപോലെ കഷ്ടപ്പെടുന്നു. രാവിലെ 10 മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ഫീൽഡിലാണ് ഫുൾ ടൈമർ. എനിക്ക് നല്ലൊരു ടീമിനെ സെറ്റ് ആകണം, നല്ലൊരു വരുമാനം നേടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്യണേ. അതിനൊക്കെ ദൈവം ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എന്നല്ല, സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ആദ്യം ഞാൻ കുറെ പേരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ
അവര് ആദ്യം റിജക്ട് ചെയ്ത ആളുകളൊക്കെ ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഇതെന്താണ്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ആദ്യം ചെന്നപ്പോ എന്റെ അടുത്ത് ചേർന്നത് എന്റെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളല്ല. ഞാൻ പരിചയമില്ലാത്ത ആളുകളാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് എടുത്തത്. അതിൽ കൂടുതൽ എന്നെ ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡൻസിന്റെ പേരൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും അതിൽ കുറെ ചേച്ചിമാര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ അപ്രോച്ച് ചെയ്ത എന്റെ സുഹൃത്തുക്കളുണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കള്, ബന്ധുക്കള്, എല്ലാരും അവരൊക്കെ ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഒരാൾ വിളിച്ചു, ഇതെന്താ, ഇതിന്റെ ഇൻകം പ്ലാൻ എന്താ? ഞാൻ പറഞ്ഞുതരാം, വരാലോ. ഇപ്പൊ അവർക്കത് ചെയ്യണം. അന്ന് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്ന് ഇത് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ എത്ര ലക്ഷം രൂപ ഏൺ ചെയ്തേനെ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിപ്പോയില്ലേ, എന്റെ ഏറ്റവും അടിയിലായിപ്പോയില്ലേ. പക്ഷെ എന്റെ ടീമില് നല്ല പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രായം കൂടിയ ചേച്ചിമാരുണ്ട്. അതിലൊരു ചേച്ചിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദിനി എന്ന് പറയുന്ന ഒരു ചേച്ചി ഇതിന്റെ അകത്ത് ചിലപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. ഒറ്റ ദിവസം കൊണ്ട് 6 സെയിൽ ക്ലോസ് ചെയ്ത ഒരു ചേച്ചിയാണ് നന്ദിനി. ചേച്ചിക്ക് ഞാൻ 60 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയാണത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നന്ദി പറയുന്നു. ഇനി ഇതിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണെങ്കിൽ നല്ല പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഇൻകം ഏൺ ചെയ്യുക. നല്ലൊരു ഇതാണ്. ആദ്യമായിട്ടുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ബ്യൂട്ടി നന്നായിട്ട് ഇപ്പോഴാണ് മനസ്സിലായി. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇത് നേരത്തെ എന്റെ കയ്യിൽ ഒരു 2 കൊല്ലം മുമ്പ് വന്നായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു നല്ലൊരു വീട് പണിയാ. അടുത്ത നെക്സ്റ്റ് ഇയർ ആവുമ്പോഴത്തേക്കും എന്റെ ആഗ്രഹം സഫലീകരിക്കുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എന്റെ ലീഡറായ ജയ്മോൻ സാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാറിന് നല്ലൊരു സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഈ ബയോട്ടോറി നമ്മുടെ പ്രോഡക്ട്സിന്റെ മഹിമയെ കുറിച്ച് പഠിക്കാനും ഒക്കെ സഹായിച്ചത് തന്നെ സാറാണ്. അപ്പോ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിനെ ഈ സൂം മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. രാവിലെ ഈ ഒരു ഒറ്റ മോട്ടിവേഷൻ മതി നമുക്ക് ഇന്നത്തെ ദിവസം ധന്യമായി തീരാൻ. ഓക്കെ, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു MC ആയിരുന്നു, MC-യുടെ അനുഭവമായിരുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് MC എടുത്ത ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അരുണ മാഡത്തിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും അതുപോലെ തന്നെ ഈ KBC ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ട് തന്നെയാണ് ഇന്ന് ആ കാര്യങ്ങൾ കൈകാര്യം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് ഞാൻ വളരെ സ്നേഹത്തോടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജയ്മോൻ എന്നാണ്. വൺസ് അഗൈൻ എന്റെ പേര് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. എന്റെ പേര് ജയ്മോൻ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ എറണാകുളം കരിമോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഏകദേശം ഒരു കുറച്ച് നാളുകളായിട്ട് രാവിലെ ഒരു 5 മണിക്ക് അല്ലെ 5:30 5:15 എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അലിക്കയും അതുപോലെ തന്നെ സലീമിക്കയൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി ഇൻസ്പിറേഷൻ നമുക്ക് കൂടുന്നത്. കാരണം വേറെ ഒന്നും കണ്ടല്ല, പ്രായത്തിൽ കുറഞ്ഞ 2 പേരാണ് എന്റെ മുൻപിൽ ഈ ഇരിക്കുന്ന 2 പേരും. അവരുടേതായിട്ടുള്ള ആ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടങ്ങി തീർപ്പിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് ലോകത്തിലായിരിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. പല ആളുകളും പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ജീവിക്കണം. ഇന്നും എന്താണ് ജീവിതം എന്ന് അറിയാത്ത ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ വളരെ കൃത്യമായി അറിയാം. ജീവിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജീവിക്കണം എന്ന് പറയുന്ന ആളുകളെല്ലാം ജീവിതത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അത് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും തികഞ്ഞ വെൽനസ് കോച്ചുകൾ ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അത് കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരിയുണ്ട്. അയ്യോ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഈ കാണിച്ചു കൊടുത്ത കോപ്രായങ്ങളൊക്കെ എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവിടെയാണ് നമ്മളുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസക്തി, ഇടിച്ചു കയറ്റം എന്നൊക്കെ പറയുന്നത്. ഇവിടെ പറഞ്ഞു ക്ലോസിംഗ് ടെൻഡൻസി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. എങ്കിലും ഞാൻ സാറേ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ജീവിതത്തിൽ ഏത് വ്യക്തിക്കും അന്വർത്ഥമാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് മേഖലയിൽ പോയാലും ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മേഖലയിൽ അല്ല എന്ന് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരാജയമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 പക്ഷമില്ല എന്നുള്ളത് തന്നെയാണ്.
അത് ഹെൽത്ത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനം. അതുകൊണ്ടാണ് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആരോഗ്യം. ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതെല്ലാം നമുക്കിവിടെ ഒരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ സാറേ, നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളിവിടെ കൊടുക്കേണ്ടത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം ആണ് എന്നുള്ളത് വളരെ അസന്നിഗ്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ കമ്പനിയിൽ എഴുതിയിട്ട് ഹെൽത്ത് ഈസ് വെൽത്ത്. അതെ, ലോകത്തിലെ എന്തൊക്കെയുണ്ടെങ്കിലും ഏതൊരു വ്യക്തിയെയും ധനവാനായി മാറ്റുന്നത് എന്നുള്ളത് അവന്റെ ഹെൽത്ത് തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമുക്കറിയാം നമ്മുടെ ശശി തരൂർ MP സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് മനുഷ്യനെയും ദരിദ്രവാനാക്കി മാറ്റുന്നത് അവന്റെ സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ അവന്റെ രോഗമാണ് എന്നുള്ളതാണ്. എത്ര കോടീശ്വരനെയും ആ രോഗമാണ് അവന് എന്ത് പറയുന്നത്, അവനെ ദരിദ്രനാക്കി മാറ്റുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നെറ്റ്വർക്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മളുടെ ഈ മേഖലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് ഫോട്ടോ കണ്ടേക്കുന്നത്? ഇവിടെ ഹെൽത്ത് വെൽത്ത് എന്ന് പറയുന്ന രണ്ട് കാര്യം കണ്ടു. നടുക്കൊരു മനോഹരമായ മഹാനായിട്ടുള്ള നമ്മളെല്ലാം ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്ന നമ്മുടെ മനോജ് സാറിന്റെ ഒക്കെ ഭാഷയിൽ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുന്നത് ദൈവതുല്യനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് 1000 ആരോഗ്യങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളാണ് ഏതൊരു മനുഷ്യനും ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഏതൊരു മനുഷ്യനും ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ എന്ന് പഠിക്കുന്നതിന്, കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അവൻ എന്തായിരിക്കണം? അവൻ ഐഡിയൽ വെയിറ്റ് ആയിരിക്കണം. എന്താണ്? അവൻ ഐഡിയൽ വെയിറ്റ് ആയിരിക്കണം. എങ്ങനെയാണ് ഐഡിയൽ വെയിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം. ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പിക്ചറിൽ രണ്ട് കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ചെരുപ്പിടാതെ നിന്നുകൊണ്ട് മെഷർമെന്റ് നോക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഹൈറ്റിനെ സെന്റിമീറ്ററിൽ അളന്നിട്ട് അതിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടേണ്ടത് അതായിരിക്കണം നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണം പറയാം, 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളിൽ നിന്ന് -100 കുറയ്ക്കുമ്പോൾ എത്രയാണ് ആവുന്നത്? 60. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. രണ്ടാമത്തത് അവന്റെ എന്താണ്? ഐഡിയൽ BMI. എന്താണ് BMI എന്ന് പറയുന്നത്? നമുക്കറിയാം, പച്ച മലയാളത്തിൽ പറയാൻ നമ്മുടെ ആയുസിനെയും ആരോഗ്യത്തിനെയും ഒക്കെ നിർണ്ണയിക്കുന്നത് BMI തന്നെയാണ്. ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ തുണി അളക്കുന്ന ടേപ്പുണ്ട്. നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം. ഈ സൂം പ്ലാറ്റ്ഫോം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം. എന്താണ്? നിങ്ങളുടെ ആ വീട്ടിലുള്ള ടേപ്പ് എടുത്തിട്ട് നിങ്ങളുടെ കുക്കിളിന്റെ ചുറ്റും ഒന്ന് അളന്നു നോക്കണം. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് അളന്നു നോക്കണം. എന്താണ്? അത് അളന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 2 പേർക്കും വ്യത്യാസമുണ്ട്. ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 90 സെന്റിമീറ്ററിലും, അതുപോലെ തന്നെ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. ഒന്നുകൂടെ പറയാം, 80 സെന്റിമീറ്റർ ലേഡീസിനും അതുപോലെ ജെൻസിന് 90 സെന്റിമീറ്ററുമാണ് നമ്മുടെ പുക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് രണ്ടും നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് പഠിച്ചു കഴിഞ്ഞു, BMI പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, ഫാറ്റ് പെർസെന്റേജ്. എന്താ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഫാറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 10 to 20ക്കുള്ളിലും, അതെ, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ട് ആദ്യം ഒരു മെലിഞ്ഞ മനുഷ്യൻ, അതിനുശേഷം നല്ല ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പച്ച കളറിലുള്ള ഫോട്ടോ കാണിച്ചിട്ട്, പിന്നെ മഞ്ഞ, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കളറിൽ കാണിച്ചിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഒബേസിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാണ് വരേണ്ടത്? ആ ഫാറ്റ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പച്ച മനുഷ്യൻ്റെതായിട്ടുള്ള ആ ഒരു അളവിലേക്ക് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 10നും 20നും അല്ലെങ്കിൽ 100%, 10%, 20%-നും ഇടയിലായിരിക്കണം അദ്ദേഹത്തിന്റെ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അത് 20നും 30നും ഇടയിലായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വേറൊന്നും കണ്ടല്ല, അവിടെ മന്ത്ലി സർക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ഒരു 10% കൂടി ദൈവം ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം
10നും 20നും ഇടയിലായിരിക്കണം. ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അത് 20നും 30നും ഇടയിലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കണ്ടല്ല, നമ്മളിവിടെ മനസ്സിലാക്കണം എന്താണ് ഞാൻ ഒരു മനുഷ്യൻ യഥാർത്ഥ ആരോഗ്യവാനായി ജീവിക്കണമെങ്കിൽ അവൻ ഇത് മാത്രം പോരാ. ഇതുകൊണ്ടോ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു പടം ഇവിടെ കാണിച്ചിട്ട്, ഒരു പിക്ചർ കാണിച്ചിട്ട്, ഇതൊരു വാൽവിന്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ? നിങ്ങൾ കണ്ടോ ആ വാൽവിന്റെ ലെഫ്റ്റ് സൈഡിലെ പടം ഒന്ന് നോക്കിയേ, വളരെ ക്ലീൻ ആണ്. എന്തുകൊണ്ടാണ് മുറിച്ചു വെച്ചിരിക്കുന്നത്? അതിന്റെ അകത്ത് യാതൊരു മലിനകരമായിട്ടുള്ള വസ്തുതകളും ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ പറഞ്ഞ വാൽവിന്റെ ഫുള്ള് പടമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാൽവിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, തലയിലേക്ക് പോകുന്നതാണെങ്കിലും കാലിലേക്ക് പോകുന്നതാണെങ്കിലും ഒക്കെ വളരെ ക്ലീൻ ആയിട്ടാണ് അവിടെ കാണിച്ചത്. എന്നാൽ റൈറ്റ് സൈഡിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയേ, അവിടെ എന്താ കാണിച്ചത്? ആ വാൽവിന്റെ അകത്ത് മഞ്ഞ പോലെ ഷെയ്ഡുകൾ കാണുന്നുണ്ട്. എന്താണ്? നമുക്കറിയാം ആ മഞ്ഞ ഷെയ്ഡ് എന്ന് പറയുന്നത് കൊഴുപ്പാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വാൽവിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു മഞ്ഞ കളറിലുള്ള പടമാണ് കാണിച്ചിരിക്കുന്നത്. ആ മഞ്ഞ കളറിലുള്ള പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഉള്ളിലുള്ള ഷെയ്ഡുകൾ അത് വളരെ ഭയാനകമായ കൊഴുപ്പുകളാണ്. എന്താണ് ഭയാനകമായ കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് മനുഷ്യൻ പല കാര്യങ്ങളിലും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ? പല കാര്യങ്ങളും എക്സ്പീരിയൻസ്ഡ് ആണ്. ചന്ദ്രനിൽ പോകാൻ വരെ ആളില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വരെ നമ്മൾ എക്സ്പീരിയൻസ്. എന്നാൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നേടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ അവൻ എക്സ്പീരിയൻസ്ഡ് അല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, പലപ്പോഴും പലതും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? നല്ല മാർക്ക് മേടിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലും സ്കൂളിലും. ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിലും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും അവന് ട്യൂഷൻ കൊടുക്കുന്നത്. പക്ഷെ ഒരു വ്യക്തി നല്ല ആരോഗ്യവാനായി മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയും ഇല്ല. അതുകൊണ്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞത് 2021 തൊട്ടുള്ള കാലഘട്ടങ്ങൾ ഇനി വെൽനസ് കാലഘട്ടങ്ങളാണ്. ഓരോ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളിൽ ഒരു വെൽനസ് സെന്റർ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയും പ്രയാസവും വേദനയും ഒക്കെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത്? നമ്മുടെ ലക്ഷ്യം അതാണ്, അത് പറയുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത്? നമുക്കറിയാം നമ്മൾ എന്ത് കഴിക്കണമെന്നോ എന്ത് കുടിക്കണമെന്നോ നമുക്കറിയില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കഴിക്കണമെന്നും എന്ത് കുടിക്കണമെന്നും നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തും കഴിക്കും, എന്തും കുടിക്കും, എപ്പോഴും കഴിക്കും, എപ്പോഴും കുടിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത് വിവിധ തരത്തിലുള്ള ന്യൂട്രീഷൻസ് ആണ്. എന്താ ന്യൂട്രീഷൻസ്? വിറ്റാമിൻസ് അടങ്ങിയ, മിനറൽസ് അടങ്ങിയ, ഫൈബർ അടങ്ങിയ, പ്രോട്ടീൻ അടങ്ങിയ വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ദിനം പ്രതി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കറിയാം വിറ്റാമിനും മിനറൽസും മില്ലിഗ്രാം അളവിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമാണ് എന്നുള്ള വസ്തുതാപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മില്ലിഗ്രാം അളവിൽ ആവശ്യമാണ്. രണ്ടാമത് മിനറൽസും അതുപോലെ തന്നെ. അടുത്ത എന്താണ്? ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25നും 30നും ഇടയിലായിരിക്കണം നമ്മുടെ ഫൈബറിന്റെ ശതമാനം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീന്റെ അളവ്. എന്താ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടോ അത്രത്തോളം ഗുണകരമായി മാറുന്ന കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ പറഞ്ഞു, മിനറൽസ് പറഞ്ഞു, ഫൈബർ പറഞ്ഞു, ഇനി അടുത്ത് പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു അല്ലെ? നമ്മൾ പല കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യ ശരീരം. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കറിയാം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കിട്ടുന്നുണ്ടോ? അല്ലെ? നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അളവുകൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. ഇപ്പൊ പ്രോട്ടീൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും പറയാം 2 കെട്ട് ചീര കഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടും. നമ്മൾ 2 വാഴക്കൂമ്പ് കഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ 1 മീറ്റർ വാഴപ്പിണ്ടി കഴിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചും അത് കൃത്യമായി കഴിക്കുന്നില്ല എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലത്ത് 1 കെട്ട് ചീര മേടിച്ചാൽ കറി വെച്ച് 2ആയിട്ട് കഴിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്ന സമൂഹത്തിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള കുറവ് കൊണ്ട് എന്തൊക്കെയാണോ ഉണ്ടാവേണ്ടത് അതുണ്ടാവും. ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടാതായി മാറുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തു നിന്നും പല കാര്യങ്ങളും നമ്മൾ സപ്ലിമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സപ്ലിമെന്റ്സ്
ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്താ കഴിക്കുന്നത്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ ചില ആളോട് ചോദിച്ചാൽ ഇന്നെന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ പറയും ഞാൻ പുട്ട് കഴിച്ചു. ചിലരോട് ചോദിച്ചാൽ പറയും ഇന്നെന്താ കഴിച്ചത്, ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു. ചില ആളുകളോട് ചോദിച്ചാൽ പറയും ഞാൻ ഇന്ന് അപ്പം കഴിച്ചു. ഈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കഴിച്ചാലും അതിന്റെ അകത്തെല്ലാം ധാരാളമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, നമ്മൾ രാവിലെ അരിയാഹാരം എന്തൊക്കെ കഴിച്ചാലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്തോരം നമുക്ക് ആവശ്യമുണ്ട്? 40% മതി നമുക്ക് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ നമ്മൾ വലിച്ചു രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബെഡ് കോഫി തുടങ്ങുന്ന നമ്മൾ കിടക്കാൻ നേരം നമ്മൾ കിടക്കുന്നത് വരെ എന്തോരം കാലറിയാ വലിച്ചു കയറുന്നത് അല്ലെ? ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ, ഒരു ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 1650 1850 ഇടയിലുള്ള കാലറി നമുക്ക് മതി. പക്ഷെ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം 1250 1350 ഇടയിലുള്ള കാലറി നമുക്ക് മതി. പക്ഷേ നമ്മൾ രാവിലെ മുതൽ അടിച്ചു കയറ്റുന്ന ഫുഡിന്റെ അകത്തുനിന്ന് കാലറി എന്ന് പറയുന്നത് വളരെ ധാരാളമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കാർബോഹൈഡ്രേറ്റ് ആണ് 40%. 40% മേളിൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? അത് ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഈ ഫാറ്റ് കൺവെർട്ട് ചെയ്തിട്ട് എവിടെയാണ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്? ശരീരത്തിന് സ്റ്റോർ ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ കൈ എടുത്തിട്ട് നിങ്ങളുടെ പുക്കിളിന്റെ അവിടെ ഒന്ന് പിടിച്ചിട്ട് നോക്കണം. അപ്പൊ ഒരു ആപ്പിളിന്റെ ഷേപ്പ് പോലെ നിങ്ങളുടെ കൈകൾ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്നാ ചോദിച്ചിട്ട് നിങ്ങളുടെ പെടലിയുടെ പുറകിലും തൊട്ട് നോക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ തൊട്ട് നോക്കുക, സംശയമൊന്നും വേണ്ട. തൊട്ട് നോക്കിയാൽ അവിടെ നാഷണൽ ഹൈവേയിൽ പോകുമ്പോൾ ഒരു ഹമ്പ്, സ്കൂളിന്റെ അടുത്തുള്ള ഒരു ഹമ്പ് പോലെ അവിടെ ഫീൽ ചെയ്യും. അടുത്ത എന്താണ്? നമ്മുടെ ചില ആളുകളുടെ താടിയൊക്കെ ഞാൻ കിടക്കുക ഡബിൾ ചിന്നായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചില ആളുകളുടെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് നാട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആടുന്നതാണ്. അപ്പൊ ഇവിടെയെല്ലാം ശരീരത്തിന്റെ അകത്ത് കൊഴുപ്പ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. നമുക്കറിയാം ഒട്ടകം എന്ന് പറയുന്ന ജീവിനെ നമുക്കറിയാവുന്നതാണ്. ആ ആ മൃഗത്തെ കുറിച്ച് പഠിച്ചാൽ അത് വെള്ളം കുടിച്ചിട്ട് അതിന്റെ വെള്ളം അതിന്റെ മുതുകിൽ ഒരു പൊങ്ങിയൊരു അവിടെ കൊണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരുണ്ട് ബ്ലബ്ബർ എന്നാണ് പറയുന്നത്. ബ്ലബ്ബർ സ്റ്റോറി എന്ന് പറയുന്നത് പോലെ ശരീരം നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യും. അതായത് നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്, ഞാനത് ബാങ്കിൽ കൊണ്ട് FD ഇട്ടേക്ക്, ഡിപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ടുണ്ടെങ്കിൽ പലിശ മേടിച്ച് ചെലവ് കഴിയാൻ വേണ്ടിയിട്ട്, ആവശ്യമുള്ള സമയത്ത് അതിന്റെ പലിശ എടുത്ത് ചെലവ് കഴിയാൻ വേണ്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. എനിക്കൊരു 50,000 രൂപയുടെ കിട്ടിയാൽ ഞാൻ അതിന്റെ മുകളിലേക്ക് പിന്നെയും കൊണ്ട് FD ഇടും, അതിന്റെയും പലിശ മേടിച്ച് ചെലവ് കഴിയും. അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് ശോഷണം സംഭവിക്കുമ്പോൾ അതിന്റെ പലിശ എടുത്ത് ചെലവ് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ FD ഇട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദിനം പ്രതി കഴിക്കുന്ന ഫുഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് അധികമായിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് FD ശരീരം വെക്കും. അങ്ങനെയല്ല ചില ആളുകൾ 60 കിലോ വേണ്ട ആളുകൾ 94 കിലോയും 95 കിലോയും ഒക്കെ ആയി മാറുന്നത്, ഇത്രയും വലിപ്പത്തിലായി മാറും. അങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടിക്കും. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ വരുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് മെയിൻറ്റെയിൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന, വളരെ കൃത്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ ഈ വാൽവിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ഞ കളറിൽ ഇരിക്കുന്ന കൊഴുപ്പ്, ഇത് ബ്ലഡിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇത് നേരെ എന്താണ് ഹാർട്ടിലേക്കുള്ള വാൽവിൽ പോയി ഇത് ബ്ലോക്ക് ആകാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? ആ മഞ്ഞ രണ്ട് സൈഡിൽ നിങ്ങൾ മഞ്ഞ ഇങ്ങനെ ചേർന്ന് വന്നു. അതിന്റെ ഇടയ്ക്കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഇടയ്ക്ക് ചെറിയ തോതിലാണ് ബ്ലഡ് കടന്നു വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ബുദ്ധിമുട്ടായി മാറും, അവിടെ ബ്ലോക്ക് ആവാൻ സാധ്യത. ഹാർട്ടിലേക്ക് പോകുന്ന പൈപ്പ് ബ്ലോക്ക് ആയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് നേരെ നമ്മുടെ ലിവറിലേക്കാണെങ്കിൽ ഫാറ്റി ലിവർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നേരെ നമ്മുടെ തലയിലേക്ക് പോകുന്ന ഞരമ്പിന്റെ അകത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? അവിടെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കാലയിലേക്ക് വന്ന ഞരമ്പിന്റെ അകത്താണ് ഇതുപോലെ വന്ന് കൂടിയിട്ടിരിക്കുന്നെങ്കിലോ അവിടെ വെരിക്കോസ് വരാൻ സാധ്യതയുണ്ട്. ചില ലേഡീസിന്റെ യൂട്രസിലാണ് ഇതുപോലെ വന്ന് കൂടിയിട്ടുണ്ടെങ്കിലോ അവിടെ ലേഡീസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്നും അത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബ്ലഡിലേക്ക് മിക്സ് ആയി ഓടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മളെ കൂടിയിരിക്കുന്ന ഒരു ബയോട്ടോറിയം ഫാമിലിയുടെ അംഗങ്ങളായിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം ആമുഖമായ ലക്ഷ്യം നെറ്റ്വർക്ക് ആണെങ്കിലും അതിന് മുൻപന്തിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എന്ത് പറയുന്നത്?
നമ്മൾ വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. വെൽനെസ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഹെൽത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന അനവധി ഉൽപ്പന്നങ്ങളുണ്ട്. അതിന് ഏറ്റവും ആമുഖമായിട്ട്, ഏറ്റവും കാതലായിട്ട് ഇവിടെ എല്ലാ ലീഡേഴ്സും, മനോജ് സാറിനെ പോലുള്ള, ഡാൻസ് സാറിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലീഡേഴ്സും ഇവിടെ എടുത്തു പറയുന്ന കാര്യം, നിങ്ങളുടെ ഹെൽത്തിനാണ് ഇംപ്രൂവ്മെന്റ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വണ്ടിയെ കുഴഞ്ഞു വീഴുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും അത് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആക്കിയെടുക്കുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഹെൽത്തിനെ സൂക്ഷിക്കേണ്ടത്, ആ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ മാത്രം കടമയാണ്. എന്നാൽ ആ കടമ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ പോലെ ലീഡേഴ്സ് ഇതുപോലെ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ജനങ്ങളുടെ വീടുകളിലേക്ക് ചെന്നിട്ട് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരിക്കാം, ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കാതായിരിക്കാം, എനിവേ എന്താണെങ്കിലും വീടുകളിലേക്ക് ചെന്നുകൊണ്ട് കുശലാന്വേഷണം ഒന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ അവരെ യാതൊരു തരത്തിലുള്ള കാര്യം, നിന്റെ ഹെൽത്തിന് വേണ്ടി, അല്ലെങ്കിൽ സാറിന്റെ ഹെൽത്തിന് വേണ്ടി, മാഡത്തിന്റെ ഹെൽത്തിന് വേണ്ടി, തന്റെ മക്കളുടെ ഹെൽത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് കരുതി വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം, വളരെ കോമഡിയാണ്, ട്രാജഡിയാണ്, എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ എന്റെ തൊട്ടടുത്ത് തന്നെയാ, എന്റെ ശാരീരികമായിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി 25 ലക്ഷം രൂപ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 25 ലക്ഷം രൂപ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 25 ലക്ഷം രൂപ അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്തൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ രോഗം വേണം, രോഗമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മുന്നേ തന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനൊരു പ്രൊട്ടക്ഷൻ എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്താ പറയുന്നത്, സാറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും സഹപ്രവർത്തകരുടെ കയ്യിലിരിക്കുന്ന കാശ് പോകാതെ കുടുംബത്ത് തന്നെ ആയി മാറണം, അല്ലെങ്കിൽ കുടുംബം പട്ടിണി ആവാതെ, അല്ലെങ്കിൽ കുടുംബത്തെ മറ്റുള്ള ബുദ്ധിമുട്ട് വരാതെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണമെന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുത്തത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സാഗർ ജോഷി സാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ മറ്റുള്ളവരെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ്, ഇവിടെ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ 4 ഉൽപ്പന്നങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പോകുന്നത്. 4 ഉൽപ്പന്നങ്ങൾ. നമുക്കറിയാം കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ പേര് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എന്നാണല്ലേ ഈ ബയോട്ടോറിയം കമ്പനിയുടെ. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് 4 ഉൽപ്പന്നമാണ്. അതിനു മുമ്പായിട്ട് നമുക്കറിയാം എന്താണ് ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു റിസ്റ്റ് ബാൻഡ് അല്ലെ. എന്താണ് റിസ്റ്റ് ബാൻഡിന്റെ കടമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഫോട്ടോ ആയിട്ട് വരും, എങ്കിലും ഞാൻ പറയുകയാണ്. ഈ റിസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, റിസ്റ്റിൽ കെട്ടുന്ന ബാൻഡിനെയാണ് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, റിസ്റ്റിൽ കെട്ടുന്ന ബാൻഡിനെയാണ് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ റിസ്റ്റ് ബാൻഡുകൾ എന്തൊക്കെ ഉപയോഗമുണ്ട് അല്ലെ. തലവേദന മാറാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തൈറോയ്ഡ് മാറാൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രഷർ കൺട്രോൾഡ് ആകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എത്ര കൂടിയ പ്രഷറാണെങ്കിലും എത്ര കുറഞ്ഞ പ്രഷറാണെങ്കിലും അത് കൺട്രോൾഡ് ആവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാതലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതായിട്ടുള്ള ഒരു മനോഹരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് റിസ്റ്റ് ബാൻഡ്. സാഗർ ജോഷി സാർ നമുക്ക് തന്നിരിക്കുന്ന ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ കാതലായ ഭാഗമാണ് ഈ റിസ്റ്റ് ബാൻഡ്. എന്താണ് റിസ്റ്റ് ബാൻഡ്? നമ്മൾ നോക്കിയാൽ അതിനകത്തൊന്നും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നോക്കിയാൽ അതിനകത്തൊന്നും കാണത്തില്ല. ഞാനിങ്ങനെ നീളത്തിൽ കെട്ടിയപ്പോ എന്തിനാണ് നീളം എന്നൊക്കെ ഞാൻ അവിടെ ഡെമോ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണ് നീളത്തിന്റെ കാരണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കെട്ടിയേക്കുന്നത് മുറിച്ചാണ് ഇവിടെ കെട്ടിയേക്കുന്നത്. ഇതിന്റെ അകത്ത് എന്താണ് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായി നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ് ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാകണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ആ മാഗ്നറ്റിക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂലകങ്ങളിൽ 60ാമത്തെ മൂലകങ്ങളാണ് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അത് പറയുന്നതിന് ഒരു കാര്യം കൊണ്ട് കടത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ 5 ആണ്. 5. ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ, ബഹുമാനപ്പെട്ട ലീഡേഴ്സ് ക്ലാസ് എടുത്തപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, 5 എലമെന്റ്സ് എന്ന് പറഞ്ഞു, 5 പുഷ്പങ്ങൾ എന്ന് പറഞ്ഞു, 5 എതളുകൾ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അത്രത്തോളം അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ദൈവം തന്നിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമാണ് വായു. വായു ഇല്ലാതെ ഒരു മനുഷ്യനും നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. എത്ര നേരം ജീവിക്കാം? 3 മിനിറ്റ് 4 മിനിറ്റ് കഴിഞ്ഞാൽ നാളെ അവന്റെ ഫ്ലെക്സ് അവിടെ പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണ്? വെള്ളം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് അല്ലെ. വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടാമത്തെ വെള്ളമാണ്. മൂന്നാമത് എന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളാണ്. നാലാമത്തത് സൂര്യപ്രകാശമാണ്. 5ാമത്തെ കാര്യമാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ആയിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ഒരു ലോകത്തായിരുന്നാൽ മാത്രമേ, ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വരും. അപ്പൊ നിയോഡൈമിയം എന്ന് പറയുന്ന ഈ ഒരു മാഗ്നറ്റ് ആണ് ഇതിന്റെ അകത്ത് ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ളത്. ആ മാഗ്നറ്റ് അടങ്ങിയ റിസ്റ്റ് ബാൻഡ് നമ്മളുടെ വലത്തെ കയ്യാൽ പ്രഷർ കൂടിയാണ് വലത്തെ കയ്യാലും
നോർമലായിട്ട് പ്രഷറുള്ള ആളും വലത്തെ കൈയിൽ കെട്ടാം, പക്ഷെ പ്രഷർ കുറഞ്ഞ ആൾ എപ്പോഴും കെട്ടേണ്ട വലത്തെ കൈയിലാണ്. ഞാൻ എപ്പോഴും ഇടത്തെ കൈയിലാണ്, സോറി, കുറഞ്ഞ ആൾ ഇടത്തെ കൈയിലാണ്. ഞാൻ എപ്പോഴും ഇടത്തെ കൈയിലാണ്. എനിക്ക് പ്രഷർ ഭയങ്കര ലോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കൈയെ കെട്ടിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ തലകറക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു നാരങ്ങ വെള്ളം ഉപ്പ് കൂട്ടിയിട്ട് കുടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ് 1.25 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിസ്റ്റ് ബാൻഡ് ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരുപാട് നാഡീനരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ റിസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡിന്റെ മണിബന്ധം എന്നാണ് ഞങ്ങൾ മലയാളത്തിൽ വെൽനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയും. മണിബന്ധം മലയാളത്തിൽ പറയുന്നത് റിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതായ തലയിലേക്ക് വന്ന് ഞരമ്പിന്റെ അകത്ത് കൊഴുപ്പ് വന്ന് ബ്ലോക്ക് ആയാൽ ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യാൻ ഒരു പുൾ സിസ്റ്റമാണ് അവിടെ എടുക്കുന്നത്. ആ റിസ്റ്റ് ബാൻഡിന്റെ പ്രത്യേകത പുൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം. ഇവിടെ വന്നിട്ടുള്ള ന്യൂലി ആളുകളോട് എന്നോട് വ്യക്തമാക്കി പറയാം, നിങ്ങൾ ശബരിമല കയറുന്ന സമയത്തോ അല്ലെങ്കിൽ മലയാറ്റൂര് കയറുന്ന സമയത്തോ വളരെ വിഷമിച്ച് കയറുന്ന ഭാഗമാണെങ്കിൽ പുറകിൽ നിന്ന് നിങ്ങളെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് കയറും എന്ന് പറഞ്ഞ ദൗത്യമാണ് റിസ്റ്റ് ബാൻഡ് എടുക്കുന്നത്. ഈ റിസ്റ്റിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് പോകുന്ന ഞരമ്പിന്റെ അകത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറവായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ഇവിടെ ഒരു ഫുൾ സിസ്റ്റത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലഡ് കൃത്യമായി ചെല്ലുന്നത് വഴി സ്ട്രോക്ക് എന്ന് പറയുന്ന സമാനമായിട്ടുള്ള ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കിനെ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പടത്തിൽ കാണുന്ന റിസ്റ്റ് ബാൻഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒന്നാമത്തെ കാര്യം. രണ്ടാം റിസ്റ്റ് ബാൻഡ് എത്ര അസഹനീയമായിട്ടുള്ള തലവേദന വന്നാലും നമുക്കിവിടെ കിട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിക്കേണ്ട ഫുഡിൽ നിന്നും എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എത്ര അസഹനീയമായ തലവേദന വന്നാലും തലയെ നമുക്ക് കെട്ടാം, തൈറോയ്ഡ് ഉണ്ടെങ്കിൽ കെട്ടാം, വേദനയുള്ള ഏത് ഭാഗത്തും ആ റിസ്റ്റ് ബാൻഡ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സാഗർഷി MD സാറ് ആ റിസ്റ്റ് ബാൻഡിൽ ഒട്ടനവധി നീളത്തിൽ വള്ളി തന്നിട്ടുള്ളത്. അപ്പം അതാണ് അതിന്റെ ആമുഖമായ പ്രത്യേകത. അപ്പൊ റിസ്റ്റ് ബാൻഡിന്റെ പ്രത്യേകത അടുത്ത എന്താണ്? വാട്ടർ എനർജി പാഡ്. ഓക്കെ, വാട്ടർ എനർജി പാഡ് നിങ്ങൾ ഇവിടെ കണ്ടു. ഇവിടെ കുപ്പിയെ കെട്ടിയേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്കറിയാം ഈ കുപ്പിക്കകത്ത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ കുപ്പിക്കകത്ത് വെള്ളമാണ് അല്ലെ. ഇന്ന് ഞാൻ രാവിലെ ഇന്നൊരു നല്ലൊരു കാര്യം ഇന്ന് വായിച്ചു. ബഹുമാനപ്പെട്ട ഡോക്ടർ മേരി ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് മനുഷ്യൻ രോഗിയായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. എന്താണെന്ന് ഇന്ന് രാവിലെ ഞാൻ വായിച്ചാണ്. 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ മണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നുപോയി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കിണറ്റിലെ പച്ചവെള്ളം കുടിക്കേണ്ടതിന് പകരം ചൂടുവെള്ളം കുടിക്കാൻ ഡോക്ടേഴ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ കടന്നു പോയത് കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, രോഗിയായി മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ വെള്ളക്കുപ്പിയാണ് കാണിച്ചിട്ടുള്ളത്, ഒരു വാട്ടർ എനർജി രണ്ടാമത്തെ ഉൽപ്പന്നം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു വ്യക്തി ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇത് ഞാൻ പറഞ്ഞതോ ഇവിടെയുള്ള നമ്മുടെ മനോജ് സാറോ അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും പറഞ്ഞതല്ല, ഇത് WHO പറഞ്ഞതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതാണ്. എന്താണ്? ആരോഗ്യമുള്ള ഒരു വ്യക്തി ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം കുടിക്കണം. അത് എങ്ങനെ കുടിക്കണം? സിപ്പായിട്ട് കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വെള്ളം ജഗ്ഗിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദാഹിക്കുന്ന സമയത്ത്, ഇന്നത്തെ കാര്യമല്ല, പണ്ടത്തെ സമയത്ത് ഞാൻ ഓടിച്ചെന്നെടുത്ത് ഒരു 1/2 ലിറ്റർ അല്ലെ 3/4 ലിറ്റർ വെള്ളം കുടിച്ച് എന്റെ ദാഹം ശമിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ദാഹം ശമിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ വെള്ളം കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത്തരത്തിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ യൂറിൻ ബ്ലാഡറിലേക്ക് ആ വെള്ളം പോയി നേരെ യൂറിനേറ്റ് ചെയ്ത് പുറത്തേക്കും. യാതൊരു ഗുണവും വെള്ളം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? സിപ്പായിട്ട് കുടിക്കുക. ഇവിടെ വെള്ളം കുടി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വെള്ളം കുടി എന്ന് പറയുന്നത് പച്ചവെള്ളം കുടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ വെള്ളം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ചില്ലിന്റെ കുപ്പിയിലോ എടുത്തിട്ട് ഈ വാട്ടർ എനർജി പാഡ് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് അത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആയിട്ട് മാറും. ഞാൻ എല്ലാവരും ചെയ്ത് പറയേണ്ടത്, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം, ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം, ഗുണഗണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന്, ഈ വെള്ളം നമുക്കറിയാം 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് റിജനറേറ്റീവ്. എന്താ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം മനുഷ്യ ശരീരം കോടാനുകോടി കോശങ്ങളാൽ, സെല്ലുകളാൽ നിർമ്മിതമാണ്. ആയിരക്കണക്കിന് കോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആയിരക്കണക്കിന് കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ നശിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് അല്ലെ.
അപ്പൊ ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ പ്രത്യേകത, മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ സെൽസുകളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വരാതിരിക്കാനും അതുപോലെ വന്നതിനെ അടുത്ത സ്റ്റേജിലേക്ക്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജിലേക്ക് പോകുന്ന സംഭവങ്ങളുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് ഈ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്കും ഗുണമുള്ളതാണ് ഈ ഒരു വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വളരെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളം നമ്മുടെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യും. എന്താ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് വീട്ടിൽ കുട്ടികളടക്കമുള്ള ആളുകൾ ഫുഡ് കഴിപ്പ് കുറവാണ് അല്ലെ. വീട്ടിൽ കഞ്ഞിവയും കുടിയൊന്നും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പുറത്തു പോയി കഴിക്കും. നമുക്കറിയാം, പുറത്തു പോയി കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം പച്ചക്കറിക്കകത്താണെങ്കിൽ അസാധ്യമായിട്ടുള്ള വിഷമുണ്ട്, അതുപോലെ മുളക് പൊടി മല്ലിയിൽ വിഷമുണ്ട്, അതുപോലെ തന്നെ ചിക്കനിൽ വിഷമുണ്ട്, അതുപോലെ വെളിച്ചെണ്ണയിൽ വിഷമുണ്ട്, അതുപോലെ തന്നെ കണ്ണിനിമ്പവും വായ്ക്ക് രുചിയുള്ള എല്ലാ കാര്യങ്ങളിലും വിഷാംശമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, സാറേ പണ്ട് ഒരു 10 തേങ്ങ ആട്ടിയാൽ മാത്രമാണ് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നത്. ഇന്ന് 1 കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് 78 രൂപയാണെങ്കിൽ 10 തേങ്ങ, ഏകദേശം 10 തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 1/2 കിലോ വെച്ച് കൂട്ടിയാൽ പോലും ഒരു 2.5 കിലോ, ഒരു 5 കിലോ താഴെ വരുന്നത്. അപ്പൊ 7 30 350 രൂപയുടെ അല്ലെങ്കിൽ 250 രൂപയുടെ തേങ്ങ എങ്കിലും ആട്ടിയാൽ, തേങ്ങയാണ് ഉണക്കി കൊപ്രയാക്കിയാലാണ് 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നത്. ഇനി ആ തേങ്ങ ഉണക്കാൻ കൊപ്രയാക്കാനായിട്ട് നമുക്ക് സമയം വേണം, അതിന് പൈസ വേണം, അതുപോലെ മില്ലിൽ കൊണ്ട് ആട്ടാൻ പൈസ. എങ്ങനെയാണെങ്കിലും 350 രൂപയെങ്കിലും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇന്നത്തെ കാലത്ത് ചെലവുണ്ട് സാറേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് 200 രൂപയ്ക്ക് 250 രൂപയ്ക്ക് വെളിച്ച? അതല്ല രസം. ആ രസമാണ് ഇന്ന് മനുഷ്യന്റെ രോഗിയായി മാറ്റിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു മില്ലിന്റെ ഉടമയാണ് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം വിഷാംശം ഉണ്ടെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷാംശം നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകത നമ്മുടെ ടോക്സിൻസിനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുക എന്നുള്ള ദൗത്യം കൂടി എടുക്കുന്നു. എങ്ങനെ കളയുന്നുണ്ട്? ഒരു യൂറിനിലൂടെ കളയുന്നുണ്ട്, ഒരു മോഷനിലൂടെ കളയുന്നുണ്ട്, വിയർപ്പിലൂടെ, ശ്വാസോച്ഛ്വാസത്തിലൂടെ, വോമിറ്റിലൂടെ, ഇത്തരത്തിൽ ശരീരം അവലംബിക്കുന്ന പുറത്തേക്ക് തള്ളുന്ന എല്ലാ പ്രക്രിയകൾ വഴിയും അത് പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട്. അടുത്ത എന്താണ്? ബ്ലഡിനെ ശുദ്ധീകരിക്കും. അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഡോക്ടർ ജോൺ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കോവിഡ് വന്ന വ്യക്തിയുടെ ബ്ലഡ് ശുദ്ധീകരണത്തിലേക്ക് വരണമെങ്കിൽ മിനിമം 120 ദിവസം പിടിക്കുമെന്ന് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നം എടുത്തിട്ടുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനും കൂടി ഈ ഒരു വെള്ളം ഉപകരിക്കും എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില ആളുകൾ പറയുന്നുണ്ട് മുടി വളരും, പക്ഷെ നമ്മൾ ആരോടും മുടി വളരുമെന്ന് പറയുന്നത്, പക്ഷെ വളർന്ന ചരിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ചില ആളുകളുടെ മുഖത്തെ കരിമംഗല്യം മാറുമെന്ന് പറയുന്നു. നമ്മൾ മാറുമെന്നും പറഞ്ഞ് പറയാറില്ല, പക്ഷെ മാറിയിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം വാട്ടർ എനർജി പാഡിന്റെ പ്രത്യേകതയാണ്. ഇത് നടുവിന് വേദനയുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ വെക്കാം, വയറുവേദനയുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതുപോലെ വേദനയുള്ള കാലിന് മരവിപ്പ്, ഷുഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരവിപ്പുണ്ടെങ്കിൽ, അസഹനീയമായ മരവിപ്പുണ്ടെങ്കിൽ മരവിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇതുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വാട്ടർ എനർജി പാഡിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പിയിൽ ചുറ്റി വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പില്ലോ പാഡും അതുപോലെ തന്നെ ഒരു മാട്രസ് പാഡുമാണ്. ഇവിടെ പല ലീഡേഴ്സിന്റെയും വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, സലീമിക്കയുടെ ഒക്കെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ സ്ലീപ്പിംഗ് മാട്രസ് പാഡ് തന്നെയാണ് പറയുന്നത്. സത്യമാണ്, സ്ലീപ്പിംഗ് മാട്രസ് പാഡ് തന്നെയാണ് അല്ലെ. എന്താണ് സ്ലീപ്പിംഗ് മാട്രസ് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു പില്ലോ പാഡും കാണിച്ചിട്ടുണ്ട്, അടുത്തത് ഒരു സ്ലീപ്പിംഗ് മാട്രസ് പാഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പില്ലോ പാഡിന്റെ പ്രത്യേകത തലകണ്ണയുടെ അടിയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ കിടന്നത്. അപ്പൊ തലയുടെ പുറകിൽ വരും മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം അവിടെയുണ്ട്. അതിനകത്തൊരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ പോയിന്റിന്റെ അകത്ത് ഒരു ഗ്രന്ഥിയുണ്ട്, അത് മെലാറ്റോണിൻ എന്നാണ് പറയുന്നത് അല്ലെ. പിനെയിൽ ഗ്രന്ഥി ഗ്ലാൻഡ്, അതിന്റെ അകത്തൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത്, അത് മെലാറ്റോണിൻ ആണ്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ വളരെ വസ്തുതാപരമായി നമ്മൾ പഠിക്കേണ്ടത്, അത് പഠിച്ചാൽ വളരെ 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 ഭയാനകമായി തോന്നും. മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സൂര്യന്റെ അസ്തമന സമയത്താണ് അത് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്, സൂര്യന്റെ ഉദയ സമയത്താണ് അത് നിൽക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ രാത്രി ഒരു 10:30 സമയത്തൊക്കെ നമുക്ക് അഗാധമായ ക്ഷീണത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഉറക്കും. ഉറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്ത് പിറ്റേ ദിവസം യഥാർത്ഥമായിട്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെലാറ്റോണിന്റെ പ്രവർത്തനത്തെ തടസ്സമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന പദ്ധതിയാണ് ഈ പില്ലോ പാഡ് എടുക്കുന്നത്. നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് മാട്രസ് പാഡാണ്. നമ്മുടെ കട്ടിലിന്റെ മേളിലെ ഷീറ്റ് നോക്കി അവിടെ വിരിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നിരവധി പ്രഷർ പോയിന്റ് ഉള്ള നമ്മുടെ ശരീരം ഈ മാട്രസ് പാഡിലുള്ള മാഗ്നറ്റുമായി, നിയോഡൈമിയം മാഗ്നറ്റുമായി ടച്ച് ആയിട്ട് രാത്രി കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം
കൊളസ്ട്രോള്, ഷുഗർ, തൈറോയ്ഡുള്ള എന്തിനേറെ പറയുന്നത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാക്സിൻ എടുത്ത ആളുകളുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു, നടന്നു പോകുമ്പോൾ മരിച്ചിട്ട് കുഴഞ്ഞു വീഴുന്നു, അസഹനീയമായ തലവേദന വരുന്നു, വന്ധ്യതകൾ വരുന്നു, സ്ട്രോക്ക് വരുന്നു, അറ്റാക്ക് വരുന്നു. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബ്ലഡിന്റെ കട്ടിക്കൂടുതലാണ്. അപ്പൊ കട്ടിക്കൂടലിനെ നമ്മുടെ ലൈറ്റ് ആക്കി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടിക്കുന്ന പദ്ധതി ആരെടുത്തോളും? ഈ പറഞ്ഞിരിക്കുന്ന മാറ്റസ് പാഡ് എടുത്തോളും. അപ്പൊ അത് കട്ടിലേ നമ്മൾ ഒഴിക്കാം. പകല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗത്തിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ എന്ന് നമ്മൾ വേണം പറയാം. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് പകല് റിസ്റ്റ് ബാൻഡ് കെട്ടുന്നു, വെള്ളം കുടിക്കുന്നു, രാത്രി കാലങ്ങളിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മാറ്റസ് പാഡ് കിടക്കുന്നത് വഴി ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഏകദേശം 220 അസുഖമുണ്ട്. എന്തൊക്കെയാണ് ഞാൻ എന്റെ കുറച്ച് പേര് ഞാൻ പറയാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, മൈഗ്രെയിൻ, സ്ട്രോക്ക്, വെരിക്കോസ്, ആമവാദം, സോറിയാസിസ്, അലർജി, ആസ്മ, PCOD പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതൊക്കെ മാറിയിട്ട് തന്നെയാണ് പറയുന്നത്. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ നമ്മളോട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുന്നത്. ഇത് മാറുമെന്നുള്ളത് മാറുമെന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്, പക്ഷെ മാറിയ ചരിത്രങ്ങളാണ് ഇന്നും പറയുന്നത്. എന്താണ്? നമ്മളുടെ ശരീരത്തിന്റെ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണോ അതിനെ ഓർഡർ ആക്കുന്ന, കൃത്യമാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയോമാഗ്നറ്റിക്കിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് ഡിസോർഡേഴ്സ് എന്തൊക്കെയുണ്ടോ അതിനെ ഓർഡർ ആക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺഫിഡന്റോട് കൂടി ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ഒക്കെ നമ്മൾ ഇത് പറയുന്നത്. കാരണം നാളുകളിൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ദൈവം തമ്പുരാന്റെ ആയുസ്സ് നീട്ടിത്തരല്ല, മരിച്ച് ആരോഗ്യവാനും ആരോഗ്യവതിയായിരുന്നു കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്യാഷ് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യയും കഴിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം കഴിക്കുവാൻ വേണ്ടിയിട്ട് അനാവശ്യമായി കളയരുത് എന്നുള്ള വസ്തുതാപരമായ കാര്യം ഉദ്ബോധിപ്പിക്കുവാനാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ വെള്ളം കുടിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. ആ മേരി ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ പച്ചവെള്ളത്തിൽ നിന്നും കുടിക്കുന്ന പച്ചവെള്ളം എന്ന് കുടിക്കാതിരിക്കാനായിട്ട് മാറ്റിയോ, മണ്ണുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മളിൽ നിന്നും മാറ്റിയോ, ഈ 2 കാലം വന്ന സമയത്ത് തൊട്ട് മനുഷ്യൻ രോഗിയാകാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ കിണറ്റിലെ പച്ചവെള്ളം കുടിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെരുപ്പിടാതെ നടക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മണ്ണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നിയോഡൈമിയം മാഗ്നറ്റുമായി ഒരു മാഗ്നറ്റ് ഫീൽഡിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്താണ് നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റം എല്ലാം കൃത്യമായി വർക്ക് ചെയ്ത് നിങ്ങൾ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന വ്യക്തി ഹെൽത്തിയായി മാറുന്നത്. ഈ മനോഹരമായ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെടുത്ത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏകദേശം 25 ഇന്ത്യയിൽ 25 ലക്ഷം ഹാപ്പി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി തീർന്ന ഒരേ ഒരു മേഖലയുണ്ടെങ്കിൽ, അത് ഉള്ളിൽ കഴിക്കേണ്ടാത്തൊരു മേഖലയുണ്ടെങ്കിൽ, അത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് നമ്മൾ ഓരോരുത്തരും വാഴ്ത്തിപ്പാടുന്ന, വിശേഷിപ്പിക്കുന്ന, അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ബയോട്ടോറിയം എന്ന് പറയുന്ന ആ ഒരു ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിസ്ഥാനപരമായി നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർ രക്ഷപ്പെടും. ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അയൽവക്കംകാര് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ അയൽവക്കംകാർ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരാരും രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ വാമൂടി നടക്കുക. അല്ല, എന്നെ പോലെ അവനും അവളും ഒരു ഹെൽത്തിയായി മാറണം, ഈ സമൂഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ചിന്തയാണ് നിങ്ങൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞോ, അതിന്റെ 3 ഇരട്ടി ആളുകളോട് ഇന്നു മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ, ഇവിടെ ടീച്ചർ പറഞ്ഞ ഇവിടെ ഒരു കാര്യം നിർത്തി, നല്ലൊരു വെൽത്ത് ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ടെന്ന്. അതൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ അവരെല്ലാം പറഞ്ഞോളൂ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഒന്നുകൂടി പറയാം. നിങ്ങളുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, ശാരീരികമായിട്ടുള്ള ഡിസോർഡേഴ്സ് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടരുതെന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലും പ്രാർത്ഥനയിലും ഉണ്ടെങ്കിൽ, ഒരിക്കലും ഇതിനെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കണമെന്നുള്ള യഥാർത്ഥമായ ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി. ഇന്നലെ 3 പേരോടാണ് പറഞ്ഞെങ്കിൽ ഇന്നത് 9 പേരോടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തിരക്കാണ്, നിങ്ങൾക്ക് ഓട്ടമാണ്. കാരണം സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥമായ ദൗത്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ സലീമിക്കായെ പോലെയും അലിക്കായെ പോലെയും നമ്മൾ ചെറുപ്രായത്തിലേക്ക് നിൽക്കുന്ന അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്
അവരെന്താണോ നമ്മുടെ ശക്തിപൂർവ്വം കാണിച്ചതെന്ന് അതിലേക്ക് നമ്മൾ ഇറങ്ങി അടിക്കുക എന്നുള്ള മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. എന്താണെങ്കിലും ഒരിക്കൽ കൂടി എന്നെ ഈ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് MC എടുത്ത ഗ്രേറ്റ് ലീഡർ അരുണ മാഡത്തിനും ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒന്നുകൂടി പറയാം, അദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ രാത്രിയിലാണ് അവിടെ ചെന്നത്. അദ്ദേഹം വേണ്ട വേണ്ട എന്ന് 100 പ്രാവശ്യം പറഞ്ഞു. എങ്കിലും എന്നെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ക്ലോസിംഗ് ടെൻഡൻസി, അത് ഞാൻ ചെയ്തു. അത് പോയി. ഇന്ന് അദ്ദേഹം തിരുത്തി വ്യക്തിയും വേണ്ട എന്ന് പറഞ്ഞാൽ തിരുത്തി പറയിക്കുന്ന ഒരു മേഖലയാണ് ബയോട്ടോറിയം. ആ മേഖലയാണ് ഇവിടെ കൈവച്ച്, ആ മേഖലയുടെ തേരാളികളാണ് ഇവിടെ മനോജ് സാറും ഡാനി സാറും ഒക്കെ. തേരാളികളുടെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നമുക്ക് തന്ന മാതൃക, സാഗർ ജോഷി സാർ അവർക്ക് കൊടുത്ത മാതൃക, അവർ നമ്മൾക്ക് തന്ന മാതൃക തീർച്ചയായിട്ടും അന്വർത്ഥമാക്കുന്നെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, ഒരു പക്ഷേ നമുക്ക് കുടുംബ സമാധാനമായിരിക്കാൻ നഷ്ടപ്പെട്ട, സാമ്പത്തികമില്ലാഞ്ഞിട്ട് ചിലപ്പോൾ വീടായിരിക്കാൻ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഈ ബയോട്ടോറിയത്തിൽ നേടാൻ പറ്റുന്ന അതുല്യമായിട്ടുള്ള ഒരു പ്രഭവമാണ് നമുക്കിവിടെ ഉള്ളതെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് അതിനെ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന ഗ്രേറ്റ് എന്റെ മെന്റർ ആയിട്ടുള്ള നമ്മുടെ മനോജ് സാറിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് MC-യോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഈ ബയോട്ടോറിയം. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജും നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു തന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ജയ്മോൻ സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു.